യേശുവിൽ പ്രിയ കൂട്ടുകാരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ആദം തന്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേലിനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേലിന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൽ കൃഷിക്കാരനുമായിരുന്നു. തുടർന്ന് ദൈവം തള്ളിക്കളഞ്ഞ ബലിയെക്കുറിച്ചാണ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഒരിക്കൽ കായേൽ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേലിനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഭാഗമാണിത്. എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ആബേൽ വളരെ നല്ല വസ്തുക്കൾ ബലിയർപ്പിച്ചു, കായേൽ വാടിയതും കരിഞ്ഞതും അങ്ങനെ കൊള്ളരുതാത്ത വസ്തുക്കൾ ബലിയർപ്പിച്ചു എന്നാണ്. ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, കായേൽ അവന്റെ കാർഷിക വിളവുകളിൽ അവന് കിട്ടിയതിന്റെ ഒരംശം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കായേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, ദൈവം പക്ഷപാതം കാണിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പാവപ്പെട്ട കായേൽ അർപ്പിച്ച ബലി ദൈവം പ്രസാദിക്കാഞ്ഞത്? അതിന്റെ കാരണം എന്താണെന്ന് അനേകം വചനങ്ങളുണ്ട്. അതിലൊന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യത്തിൽ കായേലിന്റെ ബലി സ്വീകരിക്കപ്പെടാതിരുന്നതിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. വചനം ഇപ്രകാരമാണ്: ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. നമുക്കറിയാം, പുറത്തുനിന്ന് വരുന്നതൊന്നുമല്ല ഒരുവനെ അശുദ്ധനാക്കുന്നത്. എല്ലാ ദുഷ്ടതയും വരുന്നത് ഒരാളുടെ ഹൃദയത്തിൽ നിന്നാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അങ്ങനെ ഹൃദയം നോക്കിയപ്പോൾ കായേലിന്റെ ഹൃദയത്തിൽ നല്ലത് കാണാനിടയായില്ല, ദുഷ്ടത കിടക്കുകയാണ്. അതുകൊണ്ട് കായേലിന്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ആദ്യ പുസ്തകങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ കൊണ്ടുവരുന്നതല്ല ദൈവം നോക്കുന്നത്, കൊണ്ടുവന്നവന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിനു വേണ്ടി ചെയ്യുമ്പോൾ ദുഷ്ടത വച്ചുകൊണ്ട് ചെയ്താൽ അത് ദൈവം സ്വീകരിക്കുകയില്ല. 2, ദുരുദ്ദേശത്തോടെ ചെയ്താൽ ദൈവം അത് സ്വീകരിക്കുകയില്ല. തുടർന്ന് 6-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് കായേലിനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? കായേലും ആബേലും ബലിയർപ്പിച്ചു. കായേലിന്റെ ബലി കർത്താവ് സ്വീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കായേലിന് വലിയ ഭാരമുണ്ടായി. അവന്റെ ഭാരം ഹൃദയത്തിൽ നിറഞ്ഞ് ആ ഭാരം കോപമായിട്ട് മാറി. അങ്ങനെ കായേലിന് കോപമുണ്ടായപ്പോൾ കർത്താവ് കായേലിനെ വിളിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് 7-ാം വാക്യം. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇതാണ് കായേലിന്റെ ബലി സ്വീകരിക്കാതിരുന്നതിന്റെ ഉൽപ്പത്തിയിലുള്ള ഒരു വ്യാഖ്യാനം. ഉചിതമായത് നീ ചെയ്തിട്ടില്ല, നീ ചെയ്തത് ഉചിതമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാപം പടിവാതിക്കൽ കാത്തു നിൽക്കുകയാണ്. ദൈവം പറയുകയാണ് പാപത്തെ അതിജീവിക്കാൻ. അതായത് ഒന്നാമത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. അതിനെക്കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്നു പറഞ്ഞാൽ, രൂപാന്തരം വരണമെങ്കിൽ മനസ്സിന്റെ നവീകരണം നടക്കണം. അസൂയ, വൈരാഗ്യം, വെറുപ്പ് മുഴുവൻ കിടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ ദുഷിച്ചതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ എന്തു ചെയ്യണം? കർത്താവ് പറയുകയാണ്, നല്ലത് ചെയ്യണം. അതിനാൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. ഇത് വായിച്ചാൽ ഒത്തിരി പാപം വിട്ടുപോകും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനം നമുക്ക് നോക്കാം. 119-ാം സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനു ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം,
നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ നിരാശ വിട്ടുപോകും. അമിതമായ ദുഃഖം, നിരാശ ഇതൊക്കെ പൈശാചികമാണ്. അപ്പോൾ കായേലിനോട് ദൈവം പറയുകയാണ്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപം നിന്നെ കീഴടക്കുകയല്ല, നീ പാപത്തെ കീഴടക്കണം. ഇത്രയും കാര്യങ്ങൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ കായേൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാതെ അവന്റെ ഹൃദയത്തിൽ നിന്ന് കോപം പുറത്തു വരികയാണ്. അതാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ പറയുന്നത്, ഒരു ദിവസം കായേൽ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൽ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഇവിടെ കാണാൻ കഴിയും, അഹങ്കാരത്തിൽ നിന്ന് അസൂയ ഉണ്ടായി, അസൂയയിൽ നിന്ന് കോപമുണ്ടായി. കോപം ഹൃദയത്തിൽ നിറഞ്ഞ് അത് കൊലപാതകത്തിലേക്ക് നയിച്ചു. 4 പാപങ്ങളാണ് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കാണുന്നത്. 1 അഹങ്കാരം, 2 അസൂയ, 3 കോപം, 4 കൊലപാതകം. ആദ്യത്തെ ഘട്ടത്തിൽ വൈരാഗ്യമാണ്, പിന്നെയാണത് മറ്റു പല കാര്യങ്ങളായി പുറത്തിറങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കോപത്തിന്റെ പരിണത ഫലമായി കായേൽ ആബേലിനെയും കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി. ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആബേലിനെ കൊലപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ നിഴലു പതിഞ്ഞു കിടക്കുന്ന വയൽ വരമ്പാണത്. ഏറ്റവും നല്ല ബലി അർപ്പിച്ചവൻ ആ ബലി സ്വീകരിക്കപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ബലിയായിട്ട് മാറി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ കാണാൻ കഴിയും. അതായത്, ഏറ്റവും നല്ല ബലി അർപ്പിക്കുന്ന നമ്മൾ ഈ ബലി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിൽ ബലിയാവണം. ഭർത്താവിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കുമ്പോൾ ഒരു ഭാര്യ വീടെന്ന വയൽവരമ്പിൽ ബലിയാകുകയാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മുമ്പിൽ തോറ്റുകൊടുക്കുന്ന ഭർത്താവ് വീടാകുന്ന വയൽവരമ്പിൽ ആബേല് ബലിയായതുപോലെ ബലിയാകുകയാണ്. അതുകൂടാതെ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ അത് സഹിച്ചും ക്ഷമിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വയൽവരമ്പിൽ ബലിയാകുകയാണ്. അപ്പോൾ ആബേൽ പരിശുദ്ധ കുർബാനയുടെ മാതൃകയാണ്, നിഴലാണ്. എന്നാൽ ബലി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ കോപിച്ചാൽ അവൻ ബലിയായിട്ടില്ല, അവന്റെ ബലി നല്ലതല്ല. നല്ല ബലി അർപ്പിച്ചവൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബലിയായിട്ട് മാറണം. അതുകൊണ്ട് ദൈവം നമുക്ക് അനുവദിച്ചു തന്ന ചില തിക്ത അനുഭവങ്ങൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം നമുക്ക് ബലിയായി മാറാനുള്ള ആബേലിന്റെ ബലിയായി മാറിയ വയൽവരമ്പാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.